ഹലോ ഗൈസ്, അപ്പോൾ ലാസ്റ്റത്തെ റംലാൻ സീരീസാണ് നമ്മളിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ എൻ്റെ അനിയത്തിയാളെ മേത്തുനിന്നാണ് നമ്മൾ തുടങ്ങിയേക്കണേ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കൂടുതലുണ്ടായിരുന്നത് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയാളൊക്കെ തിന്നു. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളീൻ്റെ എന്തോ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ എന്താക്കി, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. നിസ്കരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താണ് ആ ഒന്ന് റാഹത്താവട്ടെ. അപ്പോൾ ഞാനങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഞാൻ ബാക്കിയൊക്കെ ഫുഡൊക്കെ മര്യാദയ്ക്ക് പിന്നെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുന്തിരി ജ്യൂസൊക്കെ ഞാൻ എന്താക്കി ഒന്ന് കുടിച്ചിട്ട് പിന്നെ ഞാൻ നിർത്തി വന്ന് നിസ്കരിച്ചു. ഖുർആനൊക്കെ ഓതി വന്ന് വീണ്ടും വന്ന് ഇരുന്നിട്ട് ഞാൻ എന്താക്കി, മുന്തിരി ഉണ്ടായിരുന്നു, മറ്റേ എന്താണ് കുരു ഇല്ലാത്തൊരു മുന്തിരി ഇല്ലേ, ആ മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്ന് അങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ആസ്വദിച്ച് തിന്നാണ്. മറ്റേത് നിസ്കാരം ആവോന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഒക്കെ സ്ലോ ആയിട്ട്, ഞാൻ ഇന്ന് വിചാരിച്ചിട്ടില്ല നാളെ പെരുന്നാളാവുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും പറയുന്നുണ്ടായിരുന്നത് അത് 21-നായിരിക്കും പെരുന്നാൾ എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താണ് തക്ബീറൊക്കെ ചൊല്ലണേട്ടപ്പോൾ ഞാനാകെ ഷോക്കായി, നാളെയാണ് പെരുന്നാൾ എന്ന്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ റമദാൻ മാസം അങ്ങനെ അവസാനിച്ചു. എനിക്ക് പിന്നെ ഞാൻ ആ ജ്യൂസും ഇതൊക്കെ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി വയറൊരു ഫുള്ളായിട്ട് ഗ്യാസ് കയറിയിട്ടാന്ന് തോന്നുന്നത്. അപ്പം ഞാൻ എന്താക്കി, അങ്ങനെ നെയ്ച്ചോറും ഇത് ഞാൻ തിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ നേരം ഉണ്ടല്ലോ, ആ സമയം തിന്നാമെന്ന് വിചാരിച്ചു. സാധാരണ അങ്ങനെ തിന്നാറില്ല. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. ഓക്കെ, ഇത് സംഭവം ഉള്ളിവടയാണോ പറഞ്ഞു, ഉള്ളിവടയല്ല, പക്ഷേ എന്താണ് ഉള്ളിവടേനെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് എന്തോ പേരുണ്ട്, ഞാൻ മറന്നുപോയി. ആൻഡ് പിന്നെ മുന്തിരി ജ്യൂസായിരുന്നു. മുന്തിരി ജ്യൂസിൻ്റെ പടച്ചോനെ എന്ത് മധുരമായിരുന്നു അറിയോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങണില്ല. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് എൻ്റെ ബ്രെയിൻ ഫ്രീസ് വരെ അടിച്ചു പോയി. ഇനി പൊക്കവട അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഗൈസ് അതിൻ്റെ പേര്. ഇപ്പം ഉമ്മച്ചി എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി വന്നാണ്, ഓടിപ്പാഞ്ഞ് വന്നാണ്. അങ്ങനെ ഞാൻ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഓൾ എന്ത് ചെയ്തു, പോയി നിസ്കരിച്ചു. അങ്ങനെ ഓള് വന്ന് അങ്ങനെ ഞങ്ങൾ എന്താക്കി, അങ്ങനെ ഒരുമിച്ച് വീണ്ടും ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു മുന്തിരി ജ്യൂസ് എന്താ പറയുക, നല്ല മുന്തിരി ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, റിഫ്രഷിങ് ആയിരുന്നു. ബട്ട് മധുരം എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനത്തെ ഒഴിച്ചുള്ള മധുരമൊന്നും എനിക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, മതിയായി, എനിക്ക് അവിടെ നിന്ന് മതിയായി. തല വേദന എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്, കാരണം ബ്രെയിൻ ഫ്രീസും കൂടെ അടിച്ച്, കാരണം തണുപ്പേ. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്ത്. ആൻഡ് പിന്നെ ഞാൻ മറ്റേ പൊക്കവട പറഞ്ഞ സാധനം തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ വീണ്ടും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി ഇവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ ലാസ്റ്റത്തെ നോമ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നമ്മളെന്തായിരിക്കും, ഈദിൻ്റെ വീഡിയോ ആയിരിക്കൂലേ. അപ്പോൾ നിങ്ങളെന്തായാലും കാണണം. എന്താണ് എടുത്ത ഡ്രസ്സും ഒക്കെ ഞാൻ എന്തായാലും കാണിക്കേണ്ടി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇപ്രാവശ്യത്തെ റമദാൻ മാസത്തിൽ എത്ര നോമ്പ് നിങ്ങൾ പിടിച്ചിനെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.